വയനാട്ടിലെ പുൽപ്പള്ളി കാപ്പി സെറ്റ് മേഖല കടുവ ഭീതിയിൽ തന്നെ തുടരുകയാണ്. ദേവർഗദ്ദ ഉന്നതിയിലെ ആദിവാസി വയോധികനെ കൊലപ്പെടുത്തിയ കടുവയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. പ്രദേശത്ത് കൂടുവെച്ച് കടുവയെ പിടികൂടാനും അതിന് സാധിച്ചില്ലെങ്കിൽ മയക്കുവെടി വെക്കാനും നിർദ്ദേശിച്ചുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പുറത്തിറങ്ങി. വയനാട്ടിൽ നിന്ന് ജയരാജ് ബത്തേരി വിവരങ്ങളുമായി. ജയരാജ്, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ വെടിവെച്ച് കൊല്ലാൻ, നിവർത്തിയില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള നിർദ്ദേശം പുറത്തിറങ്ങിയത്. പക്ഷേ നാട്ടുകാരുടെ ആശങ്കയാണ് ഏറ്റവും പ്രധാനം. അവിടുത്തെ സാഹചര്യം എന്താണ്? ഈ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്തായി? ശ്രീജ, വയനാട്ടിലെ പുൽപ്പള്ളി കാപ്പിസെറ്റ് ദേവഗദ്ദ ഉന്നതിയിലെ കൂമൻ എന്ന വയോധികൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അക്രമകാരിയായ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്നാൽ സംഭവ സ്ഥലത്ത് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ സംഭവം നടന്ന ദിവസം രാത്രി 8 മണിയോടെ കടുവയുടെ ചിത്രം പതിഞ്ഞിരുന്നു. എന്നാൽ ഈ കടുവ കേരളം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ വിവരശേഖരത്തിൽ ഉൾപ്പെടാത്ത കടുവയാണെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇരുളം പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും സ്ഥലത്ത് നിരീക്ഷണവും അതുപോലെ തന്നെ പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് 5 മണിയോടെ കന്നാരംപുഴയോരത്തെ മാടപ്പള്ളിക്കുന്ന് ഉന്നതിക്ക് സമീപം വീണ്ടും കടുവയുടെ സാന്നിധ്യമുണ്ടായത്. കഴിഞ്ഞ ദിവസം കടുവ വയോധികനെ കൊലപ്പെടുത്തിയ സ്ഥലത്തു നിന്നും ഏറെ അകലെയല്ല ഈ മാടപ്പള്ളിക്കുന്ന് എന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഏറെ ഭീതിയിലാണ്. ഈ ഒരു അവസരത്തിലാണ് ഇന്നലെ വൈകിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ജനവാസ മേഖലയ്ക്ക് അടുത്തുള്ള ഈ കടുവയെ വനത്തിനുള്ളിലേക്ക് തുരത്താനും അതിന് സാധിച്ചില്ലെങ്കിൽ കൂടുവെച്ച് പിടിക്കാനുമാണ് ഈ ഉത്തരവിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്. ആദ്യം കടുവയെ തിരിച്ചറിയണം, അതിനുശേഷം കടുവയെ വനത്തിനുള്ളിലേക്ക് തന്നെ തുരത്താനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. വനത്തിലേക്ക് തിരിച്ചയക്കാൻ സാധിച്ചില്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം പതിവായി കാണുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി അതിനെ കൂടുവെച്ച് പിടികൂടണം. കൂടുവെച്ച് പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം മയക്കുവെടി വെച്ച് പിടിക്കാനുമാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. പിടികൂടിയ ശേഷം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസറുടെ നേതൃത്വത്തിൽ കടുവയ്ക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും നൽകണമെന്നും ഈ ഉത്തരവിൽ പറയുന്നു. ആരോഗ്യവാനാണെന്ന പരിശോധനയിൽ വ്യക്തമായാൽ താമസിയാതെ വനത്തിലേക്ക് തുറന്നുവിടാനുമാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശ്രീജ, ഇപ്പോൾ സംഭവ സ്ഥലത്ത് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പെട്രോളിംഗും ഉണ്ട്. ജനങ്ങൾ തീർത്തും ഭീതിയിലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരാളെ കൊന്നതിനോട് അടുത്ത് തന്നെയാണ് ഈ കടുവ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ഒരാവശ്യം. എന്തായാലും പ്രതിഷേധം തൽക്കാലം കെട്ടടങ്ങിയിട്ടുണ്ടെങ്കിലും ഇനിയും കടുവയുടെ ഒരു സാന്നിധ്യം കണ്ടാൽ പ്രദേശവാസികൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് അറിയില്ല. കാരണം അത്രയും ഭീതിയിലാണ് ഈ പ്രദേശത്ത് തന്നെ. പ്രത്യേകിച്ച് ഈ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാടോ കർണാടകയിലോ ഉള്ള ഒരു കടുവയല്ല ഇതെന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭീതി പരത്തുന്ന രീതിയാണ്. എന്തായാലും ഇന്നും ശക്തമായി തിരച്ചിൽ നടത്തും. കൂട് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടിൽ കയറിയില്ലെങ്കിൽ തീർച്ചയായും മയക്കുവെടി വെച്ച് പിടികൂടാൻ തന്നെയാണ് വനവകുപ്പിന്റെ ഒരു തീരുമാനമായിട്ട് ഇപ്പോൾ നമുക്കറിയുന്നത്. ജയരാജ്, ഈ കാപ്പിസെറ്റ് മേഖല എങ്ങനെയാണ്? എത്രത്തോളം ജനവാസമുള്ള സ്ഥലമാണ്? ഈ വനത്തിനോടുള്ള ഒരു ദൂരപരിധി ഒക്കെ എങ്ങനെയാണ്? അവിടുത്തെ ദൃശ്യപരിധി, അതായത് ഇപ്പോൾ കടുവ ഒളിച്ചിരുന്നാൽ അത് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സാഹചര്യം എന്താണ്? തീർച്ചയായും ഇത് വനത്തിനോട് ചേർന്ന ഒരു സ്ഥലമാണ് ഈ ദേവർഗദ്ദ എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ കാപ്പിസെറ്റ് എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ കൂടിയും ജനവാസ മേഖലയാണ്. കൂടുതലുമായി ആദിവാസികൾ ഉൾപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ആദിവാസി ഉന്നതികളാണ് ഈ ഭാഗങ്ങളിലുള്ളത്. അതുപോലെ തന്നെ സാധാരണ ആളുകളും കർഷകരുമൊക്കെ ജീവിക്കുന്ന സ്ഥലം തന്നെയാണ്. എന്നാലും കാടിനോട് തൊട്ടടുത്ത് എന്ന് പറയാൻ കഴിയില്ല. കാടുമായി ഏകദേശം 2-3 കിലോമീറ്റർ ദൂരത്താണ്. എങ്കിൽ പോലും വന്യമൃഗങ്ങൾ ഇറങ്ങാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പോലും അത്തരത്തിൽ വന്യമൃഗങ്ങളെയൊന്നും കാണാറില്ല എന്നാണ് അവിടെയുള്ള ഉന്നതിയിലെ ആളുകളൊക്കെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ കടുവയുടെ ഒരു പ്രജനന കാലമാണ്. അതുകൊണ്ട് കടുവ എവിടുന്ന് വരും അല്ലെങ്കിൽ എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. കാരണം ഇണ തേടിയും അതുപോലെ തന്നെ ഇണ ചേരുന്നതിനുമൊക്കെയായി കടുവ സന്ദർശിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കടുവയുടെ ഒരു സാന്നിധ്യം. അത് തന്നെ നമുക്ക് മനസ്സിലാകാം. ഈ കടുവ എവിടെയുള്ള കടുവയാണെന്ന് ഇതുവരെ പിടികിട്ടാത്തതും ഒരു ആശങ്ക ആയി തന്നെ കാണുന്നുണ്ട്. എന്തായാലും ഈ ഭാഗങ്ങൾ ജനവാസ കേന്ദ്രം തന്നെയാണ്. ശ്രീജ, ശരി, ഇപ്പോൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഏത് തരത്തിലുള്ള പരിശോധനയാണ്? പകൽ സമയത്തുള്ള പരിശോധനയാണോ? എങ്ങനെയാണ് പരിശോധന? അതിനോട് ഈ നാട്ടുകാരൊക്കെ സഹകരിക്കുന്നുണ്ടോ? അവരോട് ഉള്ളൊരു പ്രതിഷേധമൊക്കെ മാറി ഈ അന്വേഷണത്തിന് നാട്ടുകാർ സഹകരിക്കുന്നൊരു സാഹചര്യമായിട്ടുണ്ടോ?
തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം പണം കൂടുതൽ വേണമെന്നുള്ളതായിരുന്നു. പക്ഷെ അതിന്റെ സാങ്കേതിക തടസ്സങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നലെ 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള തീരുമാനവും 6 ലക്ഷം രൂപ കൈമാറിയതും. എങ്കിലും അവിടെ കളക്ടർ സന്ദർശിക്കണം, അല്ലെങ്കിൽ കളക്ടറോട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് ഉന്നതിയിലെ ആളുകൾ പറയുന്നത്. അതിന്റെ പേരിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നല്ല പ്രതിഷേധം തന്നെയായിരുന്നു, പ്രത്യേകിച്ച് ഉന്നതിയിലെ ആളുകൾ കളക്ടർക്ക് എന്തുകൊണ്ട് ഇവിടെ സന്ദർശിച്ചുകൂടാ എന്നുള്ളത്. പക്ഷേ ഇന്നലത്തെ സത്യപ്രതിജ്ഞ സാഹചര്യമൊക്കെ കൊണ്ടാണ് കളക്ടർക്ക് സംഭവസ്ഥലം സന്ദർശിക്കാൻ കഴിയാതിരുന്നത്. ഏകദേശം ഇന്നോ അല്ലെങ്കിൽ നാളെയായി കളക്ടർ സംഭവസ്ഥലത്തെത്തി കാര്യങ്ങൾ അവരുമായിട്ട് വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പകൽ സമയങ്ങളിൽ കാടുകളിൽ കയറിയും അല്ലാതെയും ഒക്കെ തന്നെ വനംവകുപ്പിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കടുവയെ പിടികൂടാനുള്ള എല്ലാ സന്നാഹങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇതിന് മുന്നേ അല്ലെങ്കിൽ 5 ദിവസം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത പനമരം ഭാഗത്തും ഇതുപോലെ തന്നെയായിരുന്നു. കടുവയെ പകൽ സമയങ്ങളിലെല്ലാം തിരഞ്ഞ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇതും അതുപോലെ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒപ്പം കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ മനുഷ്യന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞതുകൊണ്ട് തന്നെ കടുവ വീണ്ടും ആ ഭാഗങ്ങളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ കൂമനെ ഭക്ഷിച്ചിട്ടില്ലെങ്കിലും അതിന്റെ ടേസ്റ്റ് ഏതാണ്ട് കടുവയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങാനുള്ള ഒരു സാധ്യതയും വനംവകുപ്പ് കണക്കാക്കുന്നുണ്ട്. എന്തായാലും കൂടിൽ ഇന്നോ നാളെയായി കൂട്ടിൽ കടുവ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായും കാട്ടിലേക്ക് കയറി അതിനെ ഒത്ത സാഹചര്യത്തിൽ മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. ശരി, ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ കാപ്പിസെറ്റ് മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ആദിവാസി വയോധികനെ കടുവ കടിച്ചു കൊന്നത്. അതിന് പിന്നാലെ ആ മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും കടുവയെ പിടികൂടാനായിട്ടില്ല. കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ കടുവയെ മയക്കുവെടി വയ്ക്കാനാണ് ഇപ്പോൾ ഉത്തരവ് നൽകിയത്.